എസ്എഫ്ഐ പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്ന് ബിജെപി അനുകൂല അംഗങ്ങൾക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ പത്മശ്രീ ജേതാവ് ബാലൻ പുതേരി അടക്കം പുറത്തു നിൽക്കേണ്ടി വന്നു. ഞങ്ങൾ സെനറ്റ് മെമ്പർമാരാണ്. ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള 18 പേരിൽ ഏതാനും സെനറ്റ് മെമ്പർമാരാണ് ഇപ്പോൾ ഇവിടെ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഗവർണർ നോമിനേറ്റ് ചെയ്തവരാണ് എന്നുള്ളതിന്റെ പേരിൽ മാത്രം ഗവർണറോടുള്ള അന്ധമായ രാഷ്ട്രീയ വിരോധം നമ്മൾ കാണുന്നുണ്ടല്ലോ. എസ്എഫ്ഐയെ കാണിക്കുന്ന പേക്കൂത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ പേരിൽ മാത്രം അവർ ഇവിടെ ഗേറ്റിന്റെ മുന്നിൽ എസ്എഫ്ഐയുടെ നേതാക്കന്മാർ നിന്നിട്ട് ഇവിടെ നിലവിലുള്ള സെനറ്റ് മെമ്പർമാരോട് പോലും നിങ്ങൾ RSS ആണോ എന്ന് പറഞ്ഞിട്ട് അവരെ തടുക്കുകയും അവരതിനകത്ത് കയറാൻ ചെയ്യാന്റെ ഫലമായിട്ട് അവരെ തടഞ്ഞു വെക്കുകയും അതുപോലെ രാഷ്ട്രീയം ചോദിച്ചിട്ട് അവരെ ഞങ്ങളവിടെ പുറത്തു നിർത്തി. ഗവർണർ നോമിനേറ്റ് ചെയ്ത ഒരാളെയും അതിൽ അവരുടെ 2 പേരുണ്ടെന്നുള്ളത് വളരെ പ്രത്യേകമാണ്. അവരിതുവരെ അവരുടെ 2 പേരെ രാജിവെപ്പിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ 2 പേരടക്കമുള്ള ഗവർണർ നോമിനേറ്റ് ചെയ്ത മുഴുവൻ ആളുകളെയും അവർ ഇവിടെ അവരുടെ ആൾക്കാരകത്ത് കയറിയിട്ടുണ്ടാവും. ബാക്കി എല്ലാവരും ഇവിടെ തടഞ്ഞു നിർത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സംഘർഷം ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും അധ്യാപകരും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ സംഘർഷം ഉണ്ടാക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ CI സാറിനോട് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇതുവരെ പ്രതികരണങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമുക്ക് നോമിനേറ്റ് ചെയ്ത് വിചാരിച്ചിട്ട് നമ്മൾ വേറെ പിടിച്ചു പറിച്ചൊന്നുമില്ലല്ലോ. നമ്മളെ അപേക്ഷ കൊടുത്തു, നമ്മളെ യോഗ്യത അനുസരിച്ച് സെലക്ട് ചെയ്തു, അത്രേ ഉള്ളൂല്ലോ. ഗവർണറുടെ നോമിനി ആയതാണ് പ്രശ്നം. ഞങ്ങളിപ്പോൾ ആരോടും വാദപ്രതിവാദത്തിനോ സംഘടനത്തിനോ ഒന്നും പോണില്ല. നമുക്ക് കഴിയില്ല, നമ്മളെ ആരോഗ്യമില്ല. കാഴ്ചയില്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ്. അപ്പോൾ ചാൻസലർ അദ്ദേഹത്തിന് വിവിധ മേഖലകളിലെ പ്രമുഖരെ, അത് നമുക്കറിയാം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇപ്പോ മുരടിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരു ഗവർണറായിട്ടാണ് ഇപ്പോഴത്തെ ചാൻസലറെ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ പതിവ് രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് എവിടെ നിന്നോ വരുന്ന ശുപാർശകൾ അംഗീകരിക്കപ്പെടാറാണ്. എന്നാൽ ഇത്തവണ ഉണ്ടായത് ഞങ്ങളെപ്പോലുള്ള വ്യക്തികളെ കുറിച്ച് അന്വേഷിച്ച് അതത് മേഖലകളിൽ പ്രാവീണ്യമുള്ളവർ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയോട് ആഭിമുഖ്യമുള്ളവർ, അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുക, ഗുണപരമായ മാറ്റമുണ്ടാക്കുക, അത് കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും കേരളീയ സമൂഹത്തിനൊന്നാകെ തന്നെ മെച്ചമുണ്ടാകുന്ന രീതിയിലുള്ള പരിവർത്തനം സാധ്യമാക്കുക എന്നത് ഒരു മഹത്തായ ദൌത്യത്തിന്റെ തുടക്കമാണിത്.